നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മറ്റെല്ലാ മതങ്ങൾക്കും അവരുടെ മതത്തെക്കുറിച്ച് അവരുടെ കുട്ടികൾക്ക് ധാരണ ഉണ്ടാക്കാൻ കൃത്യമായ മതസ്ഥാപനങ്ങൾ ഉണ്ട് എന്നും ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സംവിധാനം അല്പം കുറവാണ് എന്നും ഒരു വസ്തുത തന്നെയാണ്. ഹിന്ദുക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മതത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ബിംബങ്ങളെ കുറിച്ച് ചില സ്ഥാപിത താല്പര്യക്കാർ ഇകഴ്ത്തി പറയുമ്പോൾ നമുക്കോ നമ്മുടെ മക്കൾക്കോ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത്. മതപരിവർത്തന മാഫിയ ഇവിടെ അഴിഞ്ഞാടുന്നതും ഹിന്ദുക്കൾക്ക് അവരുടെ മതത്തിനെ ബിംബങ്ങളെ കുറിച്ച് ആവശ്യമായ അറിവോ ആരാധനയോ ഇല്ലാത്തതാണ്. എന്നാൽ ഇനി അത് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ ഈ സംസ്ഥാനം. നമ്മുടെ കുട്ടികൾ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ രാമനെയും കൃഷ്ണനെയും അറിഞ്ഞു വളരണമെന്നും അവരുടെ മനസ്സുകളിൽ നമ്മുടെ വീരപുരുഷന്മാരുടെ ചിത്രം രൂഢമാകണമെന്നും നിർബന്ധം പിടിക്കുകയാണ് BJP ഭരിക്കുന്ന മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഐതിഹ്യങ്ങൾ പാഠ്യവിഷയമാകുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. രാമന്റെയും കൃഷ്ണന്റെയും നേട്ടങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യകതയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന സ്തംഭങ്ങളാണ് എന്നും അവരുടെ ജീവിത കഥകൾ വിദ്യാർത്ഥികളെ ധാർമ്മികതയ്ക്കും നേതൃത്വത്തിനും സമർപ്പിക്കണമെന്നും പ്രചോദിപ്പിക്കുന്നുവെന്നും മോഹൻ യാദവ് പറഞ്ഞു. ഈ തീരുമാനം വിദ്യാർത്ഥികളെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ്. BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ജീവിതത്തെക്കുറിച്ച് ശരിയായതും കൃത്യവുമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നും സർക്കാർ ഉറപ്പാക്കണം. ഇതിനായി പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിലാണ് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ചില സ്വതന്ത്ര ചിന്തകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിലർ നമ്മുടെ നാട്ടിൽ തന്നെ രംഗത്ത് വന്നത്. കൂടാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പലപ്പോഴും ഹിന്ദു ബിംബങ്ങളെ അവഹേളിക്കുന്ന പതിവും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും കലാകാരന്മാർക്കും ഉള്ളതാണ്. അതിനെതിരെ ഹിന്ദു സംഘടനകൾ അല്ലാതെ പൊതുജനം തന്നെ രംഗത്ത് വരുന്ന ഒരു കാലഘട്ടം തീർച്ചയായും വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വളർന്നു വരുവാൻ നമ്മുടെ കുട്ടികൾ നമ്മുടെ സാംസ്കാരിക ബിംബങ്ങളുടെ ചിത്രം അറിഞ്ഞു വളർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതൊരു സംസ്കാരവും രാജ്യവും ജീവിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ ആ സംസ്കാരത്തെ എത്രമാത്രം ഉള്ളിലെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഹിന്ദു സംസ്കാരവും ചരിത്രവും നമ്മുടെ കുട്ടികൾ അറിഞ്ഞു വളരണം എന്ന മധ്യപ്രദേശ് സർക്കാരിന്റെ തീരുമാനം എന്തുകൊണ്ടും മികച്ച ഒരു ചുവടുവെപ്പ് തന്നെയാണ്. ഹിന്ദുക്കളിൽ ആത്മാഭിമാനവും അറിവും ഉയർത്തിക്കൊണ്ടുവന്ന് മാത്രമേ ഈ നാടിനെ നിലനിൽപ്പുള്ളൂ എന്നതാണ് സത്യം.